അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു തെറ്റും ചെയ്യാത്ത മുഹ്സിനിയെ ചോദ്യം ചെയ്യുന്നത് അതവൾക്ക് അത്യധികം സങ്കടമായി തോന്നി. റബ്ബേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് സത്യം മാത്രമേ പറയുവാനുള്ളൂ, ഒരു കളവും അതിൽ ചേർക്കാനില്ല. മോളെ പറ, എവിടെ പോയി നിൻ്റെ ആ ഗോൾഡൻ ഡയമണ്ട്സ്? അത് എൻ്റെ വീട്ടിലുണ്ട്. ഓഹോ, അപ്പോൾ ഭർത്താവ് കൊണ്ടുവന്നത്? അതെ, ഭർത്താവിൻ്റെ കൈകളിൽ വീട്ടിലെ വേലക്കാരി എടുത്തു കൊടുത്തതാണത്. ഓഹോ, അപ്പം ഇനി വേലക്കാരിയെ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ആരാണ് വേലക്കാരി, എങ്ങനെയാണ് അവിടെ എത്തിച്ചത്? അതുകൂടെ പറഞ്ഞ് നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിലാണ് കൊടുത്തത്? അല്ല, ഒരിക്കലും അല്ല, ഭർത്താവിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ. എന്നിട്ട് ആഭരണം അത് വീട്ടിലുണ്ട്. എന്താ അത് ഇതുവരെയായിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ എത്തിക്കാനിരുന്നത്? അത്രക്കും വലിയൊരു ഗോൾഡ് ഡയമണ്ട്സ് മോഷണം പോയിട്ട് നിങ്ങളെന്താ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്? അത് പറ. അത് ഞാൻ അല്ല, എൻ്റെ ഇക്കാക്കയുടെ അടുക്കലാണ് അതുള്ളത്. ഇക്കാക്ക? ഓഹോ. പെട്ടെന്ന് അതാ ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നു. സാർ, ആരാ ഇത്? അജ്മലോ? ഓഹ് അതെ. അജ്മൽ, ഇരിക്കൂ. മുംതാസിനെ പിടിച്ചു കൊണ്ടുപോയതും സംസാരിക്കുന്നതും ഒന്നും അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. നജീബ് പോലീസ് നേരെ അത് അജ്മലിൻ്റെ അടുക്കിലേക്ക് ചെന്ന്, ഇരിക്കടാ, ഇരിക്ക്. അല്ല സാറേ, എന്താ ലോക്കപ്പിൽ ആരെങ്കിലും? ഒരു പെണ്ണുണ്ട്, ലോക്കപ്പിലല്ല, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വാ. ഒരു നിമിഷം മുഹ്സിനിയെ കണ്ട് അജ്മൽ ഞെട്ടിപ്പോയി. എടാ പ്ലീസ്, എന്തിനാ കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നത്? ഒന്നുമല്ല, അവളുടെ ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞിട്ടാണ്. അവളോട് ചോദിച്ചാൽ എല്ലാ സത്യങ്ങളും അറിയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളെ. എടാ പാവണം, അതിനെ വെറുതെ വിട്ടേക്കും. അതിന് ഒരു റോളും ഇല്ല, അതൊരു തെറ്റും ചെയ്തിട്ടില്ല, അതൊരു പാവയെ പോലെയാണ്. ആരെന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുകയുള്ളൂ, അല്ലാതെ അതിനെ വിട്ടേക്കും. പെട്ടെന്ന് അതാ നജീബ് സാർ, മാഡം അവളോട് ഇനി ചോദ്യം ചോദിക്കണ്ട, ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. ആ ഓക്കെ സാർ. അവളെ വെറുതെ വിട്ടു. അവൾ അജ്മൽ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. സാർ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്താ ചോദിച്ചത്? നിന്നെ വിഷമിപ്പിച്ചോ? ഏയ് ഇല്ല, എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഗോൾഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും. അതിനെന്താ, അത് എവിടെയുണ്ടെന്നാണ് പറഞ്ഞത്? എവിടെയാണെങ്കിലും നീ സത്യം പറയൂ, അവരത് എടുത്തു കൊണ്ടുപോയിക്കോളും. ചെല്ലേ നജീബ്, നീ അവളുടെ ആ ഒരു മൊഴി ഒന്ന് കേൾക്കൂ. ആ എന്താ മോളെ പറയൂ. അത് എനിക്ക് അറബി ഉമ്മ തന്ന ഗോൾഡൻ ഡയമണ്ട്സ് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ കെയർ ഓഫിലാണത്. ഞങ്ങൾക്കൊന്നും അതൊന്ന് നോക്കുവാനും കാണുവാനുള്ള യാതൊരു ഇതിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഇല്ല. നിങ്ങളെ ഒരു പക്ഷേ പോയി ചെന്നാൽ അത് കിട്ടുമായിരിക്കും. അതിനു മുമ്പായിട്ട് ഈ കുട്ടിയെ ഒന്നങ്ങ് കൊണ്ടുവിടണം. എന്താ സാർ, അത് ഞാൻ കൊണ്ടുവിട്ടോളാം, കുഴപ്പമില്ല. തൻ്റെ കാർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എങ്കിലും അവളോട് ചോദിച്ചു, മുഹ്സിന, കാറിൽ കയറാൻ പ്രയാസമുണ്ടോ? ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അല്ലോ, കാറിലോ? അല്ലെങ്കിൽ വേണ്ട, നീ ഫ്രണ്ടിലിരിക്കണ്ട, ബാക്കിലിരുന്നാൽ മതി. അല്ലേ, പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോയി വിടുന്നതിനേക്കാളും നല്ലത് സേഫ്റ്റി ഇതല്ലേ? അവൾ എന്തു പറയണം എന്നാലോചിച്ചു നിന്നു. കയറുമോളെ, നജീബ് സാർ പറഞ്ഞു. അതെ സർ, ഞാനും വരണോ? ഞാനും വരണമെങ്കിൽ കൂടെ വരാം. എന്നാൽ പിന്നെ അല്ല, പിന്നെ എനിക്ക് ഇങ്ങോട്ട് തന്നെ വരണ്ടേ? അത് കുഴപ്പമില്ല, അതിനെന്താ? മുഹ്സിന ആകെ ഭയന്നിരുന്നു. പഠിച്ചോനെ, അല്ലാ, ഇനിയിപ്പോൾ അതും കൂടി ചീത്തപ്പേര് കേൾക്കേണ്ടി ഉള്ളൂ, എനിക്കറിയുന്നില്ല. അവൾ മനമില്ലാ മനസ്സോടുകൂടി അതാ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. കയറിക്കോ മോളെ, നീ പേടിക്കണ്ട. നിനക്ക് എന്തിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നീ ബാക്കിൽ കയറിക്കോ, ഫ്രണ്ടിൽ കയറാൻ മടിയാണെങ്കിൽ. അങ്ങനെ അത് മനമില്ലാ മനസ്സോടുകൂടി മുഹ്സിന അതിൽ കയറുന്നു. അവൾ അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചോനെ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവിടെ കാറ് അവളുടെ വീടിനടുത്തായിട്ട് എത്തുന്നു. അതെ, ഞാനിവിടെ ഇറങ്ങിക്കോളാം, എനിക്ക് പേടിയാണ്. വീടിൻ്റെ മുമ്പിലേക്ക് പോയാൽ അത് ഒരു പക്ഷേ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് എന്നാൽ ശരി മുഹ്സിന, നീ ഇവിടെ ഇറങ്ങ്. ഓക്കെ. അങ്ങനെ അതാ മുഹ്സിന അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അതാ ദൂരെ നിന്നും ആ രണ്ട് കണ്ണുകൾ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഓഹോ, ഇപ്പോൾ കാറിൽ ചുറ്റിക്കറങ്ങലും തുടങ്ങി. നടക്കട്ടെ നടക്കട്ടെ, തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അതാണ് സെയിം ടു യു, ഇത് തന്നെ സംഭവം. അവൾ ഒന്നും അറിയാത്ത രീതിയിൽ അതാ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഉമ്മ അവിടെ കരഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടീനെ എന്തിനാണ് കൊണ്ടുപോയത് പോലീസ്? എൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉമ്മ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കോ?
തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും. നിങ്ങളെ കുട്ടി തെറ്റ് ചെയ്തില്ല എന്ന് ആര് പറഞ്ഞു? എന്ത് തെറ്റാടാ അവളൊക്കെ ചെയ്തത്? അവൾക്ക് ഒന്നുമില്ല തെറ്റ് ചെയ്യാൻ. നിങ്ങളത് പറഞ്ഞിരുന്നോളി. എന്താന്നില്ലേ? മോൾ അങ്ങോട്ട് കയറി ചെല്ലുന്നു. മോളെ, ഉമ്മാൻ്റെ കുട്ടീനെ പോലെ എന്തെങ്കിലും ഉപദ്രവിച്ചോ? എന്തെങ്കിലും കാട്ടിയോ? ഇല്ലുമ്മ, എന്നോട് കാര്യങ്ങൾ ചോദിച്ചാൽ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു. എന്താടി നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഇങ്ങനെ എനിക്ക് ഒന്നും അറിയില്ല, ഗോൾഡും ഡയമണ്ടും എനിക്ക് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. മുക്കുവണ്ടമല്ല, അവരെന്നെ മുക്കുവണ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചതായിരുന്നു. ഓഹോ, അപ്പോൾ എല്ലാം കണ്ട് വിളമ്പി കൊടുത്തു. അല്ല, നീ വീട്ടിൽ സ്വർണ്ണവും ഡയമണ്ടൊക്കെ ഉള്ള കാര്യം എന്തിനാ അവരോട് പറഞ്ഞത്? പിന്നെന്താ, അത് മിസ്സിങ് അല്ലേ? ആ മിസ്സിങ് ആയ സാധനം കിട്ടിയില്ലെങ്കിൽ എന്ന് കരുതി എല്ലാം അങ്ങോട്ട് വിളമ്പാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി കിട്ടുമോ എന്തോ ആർക്കറിയാം. എന്നാൽ അല്പസമയത്തിന് ശേഷം ഒരു പോലീസ് വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇത് ഫിറോസിൻ്റെ വീടല്ലേ? ഉമ്മ പറഞ്ഞു. ആ അതെ, എന്തേ? അവനൊന്ന് വിളിക്കൂട്ടോ. അയാൾ പുറത്തേക്ക് വന്നു. എന്താ സാറേ? അതെ, നിങ്ങൾ ഒരുപാട് ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് നിങ്ങളുടെ കൈവശം വെച്ചിട്ടുണ്ടോ? അത് എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്? അതൊന്ന് എടുത്തു തരണം. സാറേ, അനാവശ്യം പറയരുത് കേട്ടോ. ആരെ ഒളിപ്പിച്ച് വെച്ചത്? ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതെൻ്റെ പെങ്ങളെ സ്വർണം തന്നെയാണ്. അദ്ദേഹം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. അതിനെന്താ, നിങ്ങൾ മോഷണം മുതലായിരുന്നു. അത് കയ്യിൽ കിട്ടിയാൽ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചേൽപ്പിച്ചില്ല? ആ ഒരു കേസ് അവിടെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് നിങ്ങൾ തിരിച്ചേൽപ്പിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടത് പറഞ്ഞില്ല? അത് കേസിൽപ്പെട്ട ആഭരണങ്ങളായിരുന്നു. അതിനെന്താ, എൻ്റെ പെങ്ങളതല്ലേ, അതിവിടെ ഉണ്ടല്ലോ സേഫ്റ്റി ആയിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എങ്ങനെ ഇവിടെ എത്തി, അതിനുള്ള കാര്യങ്ങളും എല്ലാം കിട്ടണം. കയറടോ ജീപ്പിൽ. എന്തിനാ സാറേ? സാറന്മാരോട് തർക്കുത്തരം പറയുന്നു. കയറടോ. സാറേ, മര്യാദക്ക് സംസാരിക്കണം. നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഞാൻ. അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കുത്തിക്കയറുന്നു. സാറേ, ആവശ്യമില്ലാതെ വെറുതെ വേദനിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ വിചാരിച്ച ടീമല്ല. നിന്നേക്കാളും വലിയ വില്ലന്മാർ നമ്മൾ ഒതുക്കിയതാണ്. പിന്നെ ഇപ്പം എന്താ നിനക്ക് ആ ഗോൾഡൻ ഡയമണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ? ഒന്നും ഉണ്ടായിട്ടല്ല. എന്തിനപ്പോൾ അതിങ്ങനെ എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം? അത് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തതാണ്. അതുകൊണ്ട് ഞങ്ങളെ കയ്യിൽ കിട്ടിയപ്പോൾ അതവിടെ അങ്ങനെ വെച്ചു. തെറ്റ് ചെയ്തിട്ട് ന്യായീകരണം പറയുന്നോടാ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അല്പം ദേഷ്യത്തോടെയായിരുന്നു അയാൾ അത് പറഞ്ഞത്. ജീപ്പ് സ്റ്റേഷനിലേക്ക് ചീറിപ്പാഞ്ഞു. ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ, ഇതെന്താ എല്ലാവരും കൊണ്ടുപോകുന്നത്? അല്ലാ, നേരെ സ്റ്റേഷനിലെത്തി. അവർ ഒരു കൂസലുമില്ലാതെയാണ് അവൻ അങ്ങോട്ട് ഇറങ്ങിയത്. എന്താ സാറേ, മതിയോ ഉപദ്രവിച്ചത്? ചില സത്യങ്ങൾ അറിയുവാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് താങ്കൾ വിളിപ്പിച്ചത്. എന്താ സാറേ, പറ. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ഡയമണ്ട്സ് ആഭരണങ്ങൾ, ഗോൾഡ് ആഭരണങ്ങൾ നിങ്ങളുടെ കൈവശം സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ പൊക്കിയത്. അതെങ്ങനെ കിട്ടി, എങ്ങനെ വന്നു? അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറഞ്ഞു തരണം. അതെൻ്റെ അളിയൻ കൊണ്ടുവന്ന് വെച്ചാണ്. ഏത് അളിയൻ? നിങ്ങൾക്ക് എത്ര അളിയനുണ്ട്? എനിക്ക് ഒന്നേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തൊന്ന് സെറ്റായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ അളിയൻ അല്ലേ? എന്നിട്ടോ? അളിയനെ വിളിപ്പിക്കണം. അളിയനെ വിളിപ്പിച്ചേ പറ്റൂ. അളിയൻ? ഇപ്പോൾ അളിയനായിട്ടൊരു ബന്ധമില്ല. ബന്ധവും കാര്യങ്ങളും അയാൾ എവിടെയെന്ന് ഞാൻ പോലും അറിയില്ല ഞങ്ങൾക്ക്. അതെന്താ അങ്ങനെ? നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവല്ലേ? അതൊന്നും അറിയില്ല. അതൊന്നും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ ഇങ്ങനെ അഹങ്കരിച്ച് സംസാരിക്കുന്നത്? സത്യമായി അറിയണമെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടുപിടിക്കണം. അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു അവരെ കണ്ടുപിടിക്കണം. ഒടുവിൽ ജസീറിനെയും പോലീസ് വിളിപ്പിക്കുന്നു. സത്യങ്ങളെല്ലാം പുറത്തു വരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ സിനാനെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. എന്നാൽ ഈ സമയം മുഹ്സിന കാറിൽ നിന്ന് ഇറങ്ങിയ രംഗം, അത് തൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരൻ, എല്ലാം കണ്ടുപിടിക്കുന്ന അവനായിരുന്നു അന്നും അത് കണ്ടത്. ഓഹോ, അപ്പോൾ സംഭവം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങളെല്ലാം നാട്ടുകാരോടങ്ങ് പറഞ്ഞാൽ സംഭവം അങ്ങോട്ട് കുളമാക്കി തരും. നേരെ കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഈ സമയം മുഹ്സിനയുടെ ആങ്ങളെ സ്റ്റേഷനിലായിരുന്നു. എടോ, സൈലൻ്റ് ആക്കിയിട്. എന്താ ഇതിങ്ങനെ? അദ്ദേഹം ഫോൺ സൈലൻ്റ് ആക്കി. പറയടാ, എന്താ നിങ്ങളെല്ലാവരും കൂടി അവനെ ചെയ്തത്? ആര്?
ആര് ചെയ്തത്? നിൻ്റെ അളിയനെന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ, അവൻ എന്ത് നിങ്ങൾ ചെയ്തു? എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അല്ലാതെ ഇത്ര ഇങ്ങനെ കാണാനില്ലാതായിരിക്കും. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ? നീയും നിൻ്റെ കൂട്ടാളികളും അവനെ തല്ലിച്ചതച്ച് നടുറോട്ടിൽ കൊണ്ടുപോയി ഇട്ടു എന്നൊക്കെ ഒരു മൊഴി ഞാൻ കേട്ടു. മൊസിന, അവളാണ് ഇതിനെല്ലാം പിന്നിൽ. അവളാണ് ഇതെല്ലാം ഒറ്റ കൊടുത്തത്. സ്വന്തം ആങ്ങളെ ഒറ്റ കൊടുക്കാൻ മാത്രം വളർന്ന നീചയായ പെണ്ണ്. അവളുടെ ഒരു കാര്യത്തിലും ഞാനിനി നിൽക്കില്ല. പറയടാ, എന്തിനായിരുന്നു ആ സഹോദരനെ നീ അത്രമേൽ ഉപദ്രവിച്ചു? ഞാനോ? ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. പിന്നാരാ? പറയണം, പിന്നാരാ? എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഒന്ന് പെരുമാറി വിടാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവർ വല്ലാതെ തല്ലി ചതച്ചു കളഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിച്ച് നൈസായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നല്ലേ? ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. എന്നാൽ തൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് അടിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് നേരെ വീട്ടിലേക്കായിരുന്നു അയാൾ വന്നിരുന്നത്. അസ്സലാമു അലൈക്കും. എവിടെ? ഫിറോസ് ഇവിടെ ഇല്ലേ? ഇല്ല, ഓന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാണെന്ന് പറയുവാൻ മടിയായതുകൊണ്ട് ഉമ്മ പറഞ്ഞു. പുറത്തേക്ക് അങ്ങോട്ട്. അത് ശരി. ഓന് വന്നാലേ അർജൻറ്റായിട്ട് ഒരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? അല്ല, മോളെ നിക്കാഹ് ഇപ്പോൾ കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും? ഇല്ല. എന്തേ? അറിയാത്തതുകൊണ്ട് ചോദിക്കണേ. അല്ലേ, കാറിൽ ഇങ്ങനെ പോക്കും വരവൊക്കെ കാണുമ്പോഴേ ഞമ്മക്കിങ്ങനെ തോന്നിപ്പോവണേ നിക്കാഹൊക്കെ കഴിഞ്ഞോ. അല്ല, നിക്കാഹ് കഴിഞ്ഞോലാണെങ്കിൽ പെരൻ്റെ മുമ്പൊക്കെ വണ്ടി ഇട്ടുകാണ്ടാണല്ലോ വീട്ടിലേക്ക് കയറുക. പക്ഷേ ഇതാണ് കുറച്ച് അപ്പുറത്തിട്ടിട്ട് നടക്കണം കണ്ടു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? ചോദിച്ചു നോക്കി നിങ്ങളെ മോളോട് ആരെ കൂടെ ഒന്ന് വന്നെന്നുള്ളത് ചോദിച്ചു നോക്കി. ഇപ്പം തന്നെ ചോദിച്ചു നോക്കി. മോളെ മുസ്സിയെ. എന്തോ ഉമ്മ? മോളിന്ന് എങ്ങനെയാണ് വന്നത്? ഉമ്മ, ഞാൻ ഇന്ന് സ്റ്റേഷനിൽ പോയി വന്നപ്പോൾ അജ്മൽ സർ അങ്ങോട്ട്. ഓഹോ, അപ്പോൾ വീണ്ടും അത് ഉള്ളതെന്നല്ലേ? ഞങ്ങളൊക്കെ പറ്റിച്ചിട്ട് മോളെ നിനക്ക് എന്ത് കിട്ടാനാ? കേട്ടില്ലേ? പറഞ്ഞു കൊടുക്ക്. അജ്മൽ സർ ഓനെ അത്ര ധൈര്യമുള്ളാണെങ്കിൽ വീടിന് മുമ്പിൽ കിട്ടെ വണ്ടി കിട്ടിയില്ലല്ലോ. ഓൻ അപ്പുറത്തിറക്കി പറഞ്ഞയച്ചു. എന്താ വിളവൻ? അതേ താത്ത, നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പലതവണ ചീത്തപ്പേര് വന്നു കഴിഞ്ഞ കുട്ടിയാണിത്. ഇനിയും ഈ ഒരു പേരിൽ ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മിഞ്ഞാൻ നടന്ന് നിൽക്കാറുണ്ടല്ലോ, അതടക്കാണ് മുടങ്ങിപ്പോവും. അല്ലോ, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. എന്തിനാ മനുഷ്യനെ ബേജാറാക്കണം? അതേ, പെൺകുട്ടികളെ വളർത്തുമ്പോൾ കുറച്ച് അടക്കി ഒതുക്കിയൊക്കെ വളർത്തണം. അതിന് അവളെ ഞാൻ എടുക്കും അങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ അവൾ കാറിൽ വന്നു? അത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ തിരിച്ചു പോരും വഴി. ഓഹോ, അങ്ങനെയാണല്ലേ. എന്തൊക്കെ തന്നെ രക്ഷകനായി എല്ലായിടത്തും അജ്മൽ എത്തുന്നുണ്ട്. അജ്മലും ഞാനും താത്ത വല്ലാത്ത ശത്രുക്കളായിരുന്നു. ഓനും ഞാൻ ഒരുമിച്ച് ട്യൂഷൻ സെൻ്ററിൽ ആദ്യം ഇടാൻ വേണ്ടി നിന്നതായിരുന്നു. പിന്നീട് അവനങ്ങോട്ട് വേറിട്ട് അവനങ്ങോട്ട് ഉയർന്നു പൊങ്ങിയപ്പോഴേ നമ്മളൊന്നും കാണാത്ത രീതിയിൽ എൻ്റെ ആളുകളും ഇല്ല, എല്ലാവരും അങ്ങോട്ട് പോകും, ഇവിടെയാണ് കൂടുതലും പഠനം എന്ന് കരുതിയിട്ട്. അങ്ങനെ എനിക്ക് വല്ലാതെ അങ്ങോട്ട് അസൂയ മൂത്തു. അവനെ ജീവിക്കാൻ സമ്മതിക്കരുത് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളിയൊക്കെ കളിച്ചതും. മോനെ, അപ്പോൾ എൻ്റെ മോള് ചെയ്തതൊക്കെ നിങ്ങളും മോള് ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ എന്നാലും ഇന്ന് ചെയ്തതാണ് വലിയ തെറ്റായിപ്പോയത്. കാറിൽ എവിടേക്കോ കറങ്ങി വന്ന് അവർ ക്ഷീണിച്ചപ്പോൾ ഇവിടെ പാതി വഴിയിൽ കൊണ്ടുപോയിട്ടു. മോളെ മുഹ്സിന, എന്തൊക്കെയാണ് ഞാനീ കേൾക്കണത്? ഉമ്മ, അയാൾ പറയുന്നത് തികച്ചു കളവാണുമ്മ. ദയവായി എന്നെ ഉപദ്രവിക്കരുത്. ഉമ്മ ഒരു ചട്ടകം എടുത്തുകൊണ്ട് അവളുടെ പിന്നാലെ. അവിടെ നിൽക്കടി, ഈ പിന്നെയും കുടുംബത്തിൻ്റെ മാനം കളയാൻ. ഇല്ലമ്മ, ഒരിക്കലില്ല. അത് പോലീസ് സ്റ്റേഷനിൽ സാറ് പറഞ്ഞപ്പോൾ അങ്ങനെ കയറി പോകുന്നതാണ്, അല്ലാതെ ഒരിക്കലും. എന്തിനാ ഞാൻ അവൻ്റെ വണ്ടി കയറിയത്? എനിക്ക് വേറൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോന്നാൽ പോരെ? എന്ത് കാര്യത്തിനാണ് കയറിയത്? അവൻ നിൻ്റെ ആരാ? ആരുമായിട്ടല്ല ഉമ്മ, എനിക്ക് അപ്പോൾ ഏറ്റവും സേഫ്റ്റി അതാണെന്ന് തോന്നി. സേഫ്റ്റി? ഇനിയിപ്പോൾ ആളുകൾ അങ്ങോട്ട് എന്തൊക്കെയാണ് അയാൾ പറഞ്ഞുണ്ടാക്കുന്നത്? അയാൾ അപ്പോഴേക്കും സ്ഥലം വിട്ടിരുന്നു. ഉമ്മ, അയാളാണ് എല്ലാത്തിൻ്റെയും ഏജൻറ്റ്. മോളെ, അയാൾ പറഞ്ഞിരിക്കണേ തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ എന്ന്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇല്ലമ്മ, ഒരിക്കലും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നത്. എൻ്റെ റബ്ബേ, ഒറ്റയ്ക്ക് അടിച്ചിട്ട കാറിൽ ബാക്ക് സീറ്റിൽ. കണക്കായി. എന്നാലേ എങ്ങനെയാണ് എന്നൊക്കെ വിശ്വസിക്കണേ? ഉമ്മ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ എന്നെ? അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ? അടച്ചിട്ട് കാറിൽ ബാക്കിലേക്ക് ഇരിക്കണ എന്ത് പെണ്ണുങ്ങളാ എനിക്കറിയോ? ഇല്ല, ഞാൻ വീട്ടിലെത്തുവാൻ വേണ്ടി വേഗം.
ഞാൻ മുന്നിലിരുന്ന ഞാൻ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു കരുതിയിട്ടാണ് ബാക്കിൽ പോയത്. അവിടെ ഇരുന്നാലാണ് തെറ്റിദ്ധാരണ കൂടെ, മനസ്സിലാക്കിക്കോ. എൻ്റെ പൊന്നാര മുഹ്സിന, ഈ ഇവിടുന്ന് എവിടേക്ക് പോയാലും മടിയില്ല, മടുത്തു, ഇനി കഴിയൂല. ഞാൻ പെണ്ണിൻ്റെ നിക്കാഹ് കഴിഞ്ഞു തന്നെ മുടങ്ങി പോവാന്ന് എൻ്റെ പേടി. എന്തിനാ എൻ്റെ മുഹ്സിന ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണേ? ഉമ്മ കരഞ്ഞു കൊണ്ട് പറഞ്ഞു, ഉമ്മ ഞാൻ എന്ത് തെറ്റാ ഉമ്മ ചെയ്തത്? പൊയ്ക്കൊടി, ഓൻ്റെ കൂടെ തന്നെ ഇറങ്ങിയാണ്, പൊയ്ക്കോ. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഓൻ ഇങ്ങോട്ട് വരട്ടെ, എൻ്റെ ആങ്ങള, ഓനോട് രണ്ട് വർത്താനം പറയാണ്ട്. മുഹ്സിന പൊട്ടി പൊട്ടി കരഞ്ഞു. പഠിച്ചോനെ, ഇക്കാക്ക വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? അവൾക്കിത് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നേ ഇല്ല. അവളാകെ കരഞ്ഞു തളർന്നു. അത് കണ്ടുകൊണ്ട് അതാ ഇത്താത്തയും ഹസനത്തും അങ്ങോട്ട് വരുന്നു. ഇത്താത്ത എന്താ ഇനി? വീണ്ടും അവൻ്റെ കാറിൽ വന്ന് ഇറങ്ങി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഈ വേണ്ടാത്ത പരിപാടിക്കൊക്കെ ഇവർ നിൽക്കുന്നത്? എന്ത് കാര്യത്തിനാ? ഇത്താത്ത ദയവായി എൻ്റെ ഭാവി ഓർത്തെങ്കിലും നിങ്ങളൊന്ന് ഇതൊക്കെ നിർത്തുമോ? അത് കേട്ടപ്പോൾ ശരിക്കും അവൾ പൊട്ടിക്കരഞ്ഞു. ഹസനത്ത്, നീ എന്താടി പറയുന്നത്? ഇത്താത്ത, എൻ്റെ അപേക്ഷയാണ്, ദയവായി ഞങ്ങളെങ്കിലും ജീവിക്കട്ടെ. നിങ്ങൾ ദയവായി എവിടെങ്കിലും പോയി ഒരിടത്ത് പോയി ജീവിച്ചോളി. അല്ലാതെ ഞങ്ങൾക്ക് ഈ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ മോളെ ഒരിക്കലുമില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ തിരിച്ചു വന്നത് കാറിലാണെന്ന് മാത്രം. എന്നാൽ എന്തിനങ്ങൾ അയാൾ കാറിൽ കയറിയത്? അപ്പോഴേക്കും നാത്തൂനെത്തി. മുഹ്സിന, നീ വീണ്ടും നിൻ്റെ കളി തുടങ്ങിയില്ലേ? എൻ്റെ ഇക്കാക്ക ഇങ്ങോട്ട് വരട്ടെ, ബാക്കി കാണാം നിനക്ക്. എന്ത് ഇത്താത്ത, ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? ഒന്നുമില്ല. അങ്ങനെ ഒരു അന്യാൻ്റെ കൂടെ കാറിൽ കയറി പോരാൻ പാടുണ്ടോ? ഒരു ഓട്ടോ ഒക്കെ പോന്നൂടെന്ന്. അതും അന്യാണ്, അതുപോലെയാണോ ഇത്? ഇക്കാക്ക വരട്ടെ കേട്ടോ, ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് എന്തിനാണ്? ഹസനത്തെ, ഈ അങ്ങോട്ട് വിട്ടു പോയിക്കോ. ഇനി ഓല് ഇങ്ങനെ ഫോൺ ചെയ്യണതും അതും ഇതൊക്കെ ഇങ്ങനെ ചുവടോർത്ത് നിൽക്കണ്ട. അതെ, നിൻ്റെ ചിന്താഗതിയൊക്കെ വേറെയാണ്. ഓലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ. നാത്തൂൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു. റബ്ബേ, എന്ത് പരീക്ഷണമാണ് റബ്ബേ എനിക്ക്? എന്ന് തുടങ്ങിയതാണ് ഈ പരീക്ഷണം? എന്നാണ് റബ്ബേ ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുക? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. അവൾക്ക് ഒരേ ഒരു പേടി, മറ്റൊന്നും ആയിരുന്നില്ല. അവളുടെ ബ്രദർ വരും, തന്നെ തല്ലിച്ചതക്കും എന്നുള്ള ആ ഒരു പേടിയിലായിരുന്നു. പഠിച്ചോനെ കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. നമ്മുടെ മുഹ്സിന രക്ഷപ്പെടും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാം വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.